Morning everyone, myself Davis Tom and joining me today here is Mr. Ashok Company. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നേച്ചർ ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്സ് ആയിരുന്നു. അതിൽ നമ്മൾ റൈറ്റിംഗ് റം എന്താണെന്നും റൈറ്റിംഗ് പെർസോണം എന്താണെന്നും കണ്ടിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് കൊടുക്കുന്നത്? ഇവിടെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. വാലിഡിറ്റിയുടെ ബേസിസിൽ കോൺട്രാക്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫോർമേഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പിന്നെ പെർഫോമൻസിൻ്റെ പേരിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ടൈപ്സ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. വോയിഡ് എഗ്രിമെൻ്റ് ഉണ്ട്, വോയിഡ് വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്, പിന്നെ ഇല്ലീഗൽ അഗ്രിമെൻറ്റ്. വാലിഡിറ്റിയുടെ ബേസിൽ 6 ആയിട്ടാണ് കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആണെങ്കിൽ 10 എസെൻഷ്യൽസ് മീറ്റ് ചെയ്യണം. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശൂന്യത എന്നാണ് അതിനൊരു അർത്ഥം വരുന്നത്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും 10 എസെൻഷ്യൽ ഒരു എസെൻഷ്യലെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് ആയി മാറണം. അങ്ങനെയുള്ള എഗ്രിമെന്റ്സ് പറയുന്ന പേരാണ് വോയിഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അഗ്രിമെന്റ് ആണ്, പക്ഷേ എന്താണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു മൈനറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, അതിന് വാലിഡിറ്റി ഇല്ല. കാരണം നമ്മുടെ എസെൻഷ്യൽസിൻ്റെ അത് പഠിച്ചായിരുന്നു, അവർക്ക് സുബോധത്തോടെ ഒരു കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഒരു ഡ്രങ്ക് ആയിട്ടുള്ള ഒരാളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരാൾ ഒരു മച്യൂരിറ്റി ഇല്ലാത്ത ഒരു കപ്പാസിറ്റി ഇല്ല കോൺട്രാക്ട് എൻട്രി ചെയ്യാൻ, അങ്ങനെ ഒരാളുമായിട്ട് നമ്മൾ കോൺട്രാക്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് എഗ്രിമെന്റുമായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ പറയുന്നതിന് പേരാണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സപ്പോസ് 10 എസെൻഷ്യൽസ് ഉണ്ട്, 10 തന്നെ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരെണ്ണയിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെന്റ് അവിടെ വോയിഡ് ആയി. സെക്കൻഡ് എന്ന് പറയുന്നത് വാലിഡ് കോൺട്രാക്ട്. അതൊക്കെ ഓൾറെഡി അറിയാം, 10 എസെൻഷ്യൽസും അഗ്രിമെന്റ് ഉൾപ്പെടെ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്റ്റായി നമുക്ക് ലീഗലി അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതായത് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് കോൺട്രാക്ട് ആണ്. നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കാനോ കാര്യങ്ങളൊക്കെ പറ്റും. അതൊരു എഗ്രിമെന്റ് ആയിരുന്നു, ലീഗലി എൻഫോഴ്സ് ചെയ്തു, പിന്നീട് അതൊരു കോൺട്രാക്ട് ആയിട്ട് മാറി. അടുത്തതെന്ന് പറയുന്നത് വോയിഡ് കോൺട്രാക്ട് ആണ്. The definition വായിക്കണം. A contract which ceases to be enforceable by law becomes void when it ceases to be വീണ്ടും പറയാം. A contract which ceases to be enforceable by law becomes void when it ceases to be enforceable. അതായത് ഒറിജിനലി വാലിഡ് ആയിരുന്നു ഈ കോൺട്രാക്ട്, പിന്നെ സാഹചര്യങ്ങൾ മൂലം ഈ കോൺട്രാക്ട് വാലിഡ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാനും ആശിക്കും നമുക്ക് എൻ്റെ വണ്ടി ഞാൻ ആശിക്കിന് 5 ലക്ഷം വിൽക്കാൻ നോക്കും, ആശിക്ക വണ്ടി 5 ലക്ഷം മേടിക്കാൻ തരിക, ഗതികേടിന് ഒരു ഉരുൾപൊട്ടൽ കാരണം ആ വണ്ടി ഇല്ലാതായിരിക്കും. എക്സാമ്പിൾ ആദ്യം അവനിക്ക് വണ്ടി തരാൻ നോക്കും, അവിടെ ഒരു കോൺട്രാക്ട് ഫോം ആയി കഴിഞ്ഞു. ഈ വേർഡ് നമുക്ക് നോക്കിയറിയാം, വോയിഡ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രാക്ട് ആയിരുന്നു, പിന്നീട് എന്തോ സിറ്റുവേഷൻ കൊണ്ട് ആ കോൺട്രാക്ട് ഇല്ലാണ്ടായി പോകണം. വോയിഡ് എഗ്രിമെന്റും വോയിഡ് കോൺട്രാക്ട് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ ഇത് എഗ്രിമെന്റ് ആയിട്ട് തന്നെ നിൽക്കുക, അതൊരിക്കലും കോൺട്രാക്ട് ആയിട്ടില്ല. അത് ആകാനുള്ള സ്കോപ്പും ഇല്ലായിരുന്നു. പക്ഷേ കോൺട്രാക്ട് ആയ വശത്ത് പെട്ടെന്ന് എന്തായി ശൂന്യമില്ല, അതായത് വാലിഡ് അല്ലാതായിരിക്കും. ഇപ്പോൾ ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണ്, വണ്ടി അവിടെ ഇല്ലാതായി. അപ്പം ഞങ്ങൾ ആ കോൺട്രാക്ട് ഫുള്ള് ബേസ് ചെയ്ത് തന്നെ ഈ വണ്ടിയുടെ ഓണർഷിപ്പിനെ പറ്റിയായിരുന്നു. പിന്നെ ആ വണ്ടി തന്നെ ഇല്ല, പിന്നെ അവിടെ കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് വോയിഡ് കോൺട്രാക്ട്. പിന്നെ അടുത്താണ് വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ അതും ഒരു കോൺട്രാക്ട് ആണ്, ആ പേര് തന്നെ ഉണ്ട്, കോൺട്രാക്ട് ആണ്. അതായത് 10 എസെൻഷ്യൽസ് മീറ്റ് ചെയ്തിട്ടുണ്ട്, ലീഗലി ബൈൻഡ് ചെയ്തു, അത് കോൺട്രാക്ട് ആയി മാറി, എഗ്രിമെന്റ് കോൺട്രാക്ട് ആയി മാറി. പിന്നെ വോയിഡബിൾ എന്ന് വിളിക്കുന്നതിന്റെ കാരണം, വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും, 2 പാർട്ടീസ് ഉണ്ടല്ലോ ഒരു കോൺട്രാക്ട്, അതിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ കോൺട്രാക്റ്റിനെ ഇൻവാലിഡ് ആയിട്ട് പറയാം, അസ്യൂം ചെയ്യാം. അതായത് ആ എസെൻഷ്യൽസിൻ്റെ അകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ട്. ഇപ്പോൾ ഫ്രീ കൺസെൻറ്റിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ തന്നെ ലോയുടെ കണ്ണിൽ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ചോദിക്കും, ഓക്കെ ഈ ഒരു കമ്പോണൻ്റ് ഇല്ല, പിന്നെ അതെങ്ങനെ ഒരു കോൺട്രാക്ട് ആയത്? ഇപ്പോൾ വോയിഡബിൾ കോൺട്രാക്ട് പറയുമ്പോൾ തന്നെ അതൊരു കോൺട്രാക്ട് ആണ്, എസെൻഷ്യൽസ് മീറ്റ് ചെയ്തു, എസെൻഷ്യൽ മീറ്റ് ചെയ്തെങ്കിൽ പിന്നെ എങ്ങനെ അതല്ലാതെ? ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനും ആശിക്കും ഒരു കോൺട്രാക്ട് ഏർപ്പെടുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരെ അസ്യൂം ചെയ്യും, അല്ലെ എന്നെ പറഞ്ഞ് പറ്റിക്കാന്നൊക്കെ പറയത്തില്ലേ. ഇപ്പോൾ എക്സാമ്പിളിന് ഇത് തരാം എന്ന് ഉദ്ദേശിച്ചിട്ട് ഓക്കെ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, അതാ ഉദ്ദേശിച്ചത്, അങ്ങനെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺസെന്റ് ഭീഷണിപ്പെടുത്തുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കണം. അതായത് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്ന ഒരു എസെൻഷ്യലാണ്. അപ്പം ഞാനും ഡേസും തമ്മിലൊരു കൂടുതൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അത് കോൺട്രാക്റ്റ് ആയി, കാരണം അതിൽ ഫ്രീ കൺസെന്റ് ഉണ്ട്. ഡേസിന് എങ്ങനെയാണ് ഫ്രീ കൺസെന്റ് കിട്ടി? ഞാനിപ്പോൾ ഡേസിനെ ഭീഷണിപ്പെടുത്തി ഞാൻ ഫ്രീ കൺസെന്റ് എടുത്താണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അതിന് ഇന്നസെന്റ് പാർട്ടി എന്ന് പറയുന്നത്, ആ ടേം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇന്നസെന്റ് പാർട്ടി എന്ന് പറയുന്നത് ഡേവിസിന് എപ്പോൾ വേണമെങ്കിലും ഈ കോൺട്രാക്റ്റിനെ വോയിഡബിൾ ആക്കാം. ഈ കോൺട്രാക്ട് എപ്പോൾ വേണമെങ്കിലും ഇൻവാലിഡ് ആക്കാൻ ഡേവിസിന് മാത്രമേ അതിന് അവകാശമുള്ളൂ. കാരണം ഡേവിസിന്റെ ഫ്രീ കൺസെന്റ് എന്ന് പറഞ്ഞൊരു റൈറ്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് പക്ഷേ നമുക്ക് കോർട്ടിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതെന്നുള്ളതാണ്, അതായത് മറ്റേ ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് താൻ ഇന്നസെൻ്റ് ആണെന്നുള്ള കാര്യം അവിടെ പ്രൂവ് ചെയ്യുന്നുള്ളത്. അടുത്തെന്ന് പറയുന്നത് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട് ആണ്. An unenforceable contract is one which cannot be enforced in a court of law because of its technical defects. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ലീഗാലിറ്റി ഫോളോ ചെയ്യുന്നത് പ്രൊസീജിയറുകൾ ഫോളോ ചെയ്ത് വരുള്ളൂ. ഇപ്പം എന്താണ്
നമ്മൾ Seal വെക്കുക, stamp വെക്കുക, അതുപോലെയുള്ള പത്രമൊന്നും ഇല്ലാതെ നമ്മൾ കോൺട്രാക്റ്റിൽ കയറുന്നത്. ചില കോൺട്രാക്റ്റിൻ്റെ ഫോർമാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. പിന്നെ ഇത് കൂടെ നോക്കുന്നത് ഹെഡിങ് നോക്കുന്നത് മനസ്സിലാവും. അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്, അതായത് ഒരു കോൺട്രാക്റ്റ് ആണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റിനെ നമുക്കൊരു വാലിഡ് കോൺട്രാക്റ്റ് ആക്കി മാറ്റാം. അവർ പറയുന്ന രീതിയിൽ ഫൈനും ഫീസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലീഗൽ ഫോർമാലിറ്റീസ് ചെറിയ ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്സേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ആ കോൺട്രാക്ടിന്റെ സ്പിരിറ്റും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ആശിക്ക് പറഞ്ഞാൽ ഇപ്പം സീല് തെറ്റാ, അല്ലെ സീലില്ല, അല്ലെ പിന്നെ ഓഫീസറിന്റെ സൈൻ ഇല്ലെങ്കിൽ ഓഫീസറിന്റെ സൈൻ മേടിക്കുക, സീൽ ഇടുക. നിങ്ങൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഈ അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട് ഒരു വാലിഡ് കോൺട്രാക്റ്റായി മാറുന്നതാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇല്ലീഗൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എസെൻഷ്യൽസിൻ്റെ അകത്തുള്ളൊരു കോമ്പോണൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന സാധനം ലോഫുൾ ആയിരിക്കണം എന്നുള്ളത്. ആ ഒരു എസെൻഷ്യൽ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അഗ്രിമെന്റിനെ വിളിക്കുന്നതാണ് ഇല്ലീഗൽ അഗ്രിമെന്റ്. നമ്മൾ ആദ്യം ഇതിൽ തന്നെ 6 ക്ലാസിഫിക്കേഷൻസിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടത് വോയിഡ് എഗ്രിമെന്റ് ആണ്. വോയിഡ് എഗ്രിമെന്റ് ഇതിൽ പറയുന്നത് 10 എസെൻഷ്യൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ അത് വോയിഡ് എഗ്രിമെന്റ് ആണെന്നാണ്, കോൺട്രാക്ട് എന്നാണ്. ഇല്ലീഗൽ അഗ്രിമെന്റ് വൺ സ്പെസിഫിക് എസെൻഷ്യൽ ആണ്. ഇല്ലീഗൽ എഗ്രിമെന്റിൽ മറ്റേ ഡേവിസ് പറഞ്ഞ പോലെ തന്നെ ലോഫുൾ നേച്ചർ എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ 6 എസെൻഷ്യൽ ക്ലാസിഫിക്കേഷൻസ്. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് വാലിഡിറ്റിയുടെ ബേസിസിലാണ്. ഫസ്റ്റ് കോൺട്രാക്റ്റിന് നമ്മൾ 6 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് വാലിഡിറ്റി ബേസിസ് തിരിക്കുന്നത്. അതായത് ആദ്യത്തേത് വോയിഡ് എഗ്രിമെന്റ്, പിന്നീട് വാലിഡ് കോൺട്രാക്ട്, തേർഡ് വൺ വോയിഡ് കോൺട്രാക്ട്, ഫോർത്ത് വൺ വോയിഡബിൾ കോൺട്രാക്ട്, പിന്നെ ഫിഫ്ത്ത് വൺ അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്, ലാസ്റ്റ് ഇല്ലീഗൽ എഗ്രിമെന്റ്. പിന്നെ വോയിഡ് കോൺട്രാക്ടിന് വേറൊരു കൂടി എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ അവർ ട്രേഡ് പാർട്ട്നേഴ്സ് ആയിരുന്നു. നാച്ചുറൽ ഗ്യാസ് റഷ്യ അമേരിക്ക കൊടുക്കുമായിരുന്നു, അവർ ഇന്ന റേറ്റിന് അത് മേടിക്കുകയും ചെയ്തായിരുന്നു. ഇതൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ യുദ്ധം വന്നപ്പോഴത്തേനും അമേരിക്ക റഷ്യനെ ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ അവരുമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും അവിടെ നിർത്തുകയും ചെയ്തു. ഇവിടെ കോൺട്രാക്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ഇങ്ങനെ വിചാരിക്കാതെ ഒരു യുദ്ധം വന്നുകൊണ്ട് അവർ ആ ട്രേഡ് അവിടെ നിർത്തുകയാണ് ചെയ്തത്. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിനുള്ളൊരു ട്രിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലാസ്റ്റ് വേർഡ് നോക്കുക. ഇല്ലീഗൽ എഗ്രിമെന്റ്. എഗ്രിമെന്റ് ആണ് എന്ന് പറയുന്നതെങ്കിൽ അതിൽ മനസ്സിലാക്കാനുള്ളത് അത് ഒരിക്കലും കോൺട്രാക്ട് ആവില്ല. എഗ്രിമെന്റ് എന്നാണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ ഒരിക്കലും കോൺട്രാക്ട് ആവില്ല. കോൺട്രാക്ട് ആവാനുള്ള എന്തൊക്കെയോ എസെൻഷ്യൽസ് മീറ്റ് ചെയ്യുന്നില്ല. അഥവാ അത് കോൺട്രാക്ട് ആണെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്തോ പ്രശ്നം കൊണ്ട് അത് കോൺട്രാക്ടിന്റെ എന്തൊക്കെയോ എസെൻഷ്യൽസിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ്. അത് ഒരു തവണ കോൺട്രാക്ട് ആയിരുന്നു, പിന്നീട് അത് കോൺട്രാക്ട് അല്ലാതെ ആവുകയാണ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോൺട്രാക്ട് ആവില്ല. ആകെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് വോയിഡബിൾ കോൺട്രാക്ട് ആണ്. കാരണം അത് ഗവൺമെന്റിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ലോയുടെ ഫ്രണ്ടിൽ അത് വാലിഡ് ആയിരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം ഭീഷണിപ്പെടുത്തിയാണോ ചെയ്തതെന്നല്ലേ എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. അത് പ്രൂവ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ വോയിഡബിൾ കോൺട്രാക്ട് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവിടെ എസെൻഷ്യൽസ് മീറ്റ് ചെയ്യുന്നില്ല വോയിഡബിൾ കോൺട്രാക്ടിന്റെ കേസിൽ. പക്ഷെ ബാക്കിയെല്ലാം തന്നെ ആശിച്ച് പറഞ്ഞ പോലെ എസെൻഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇതിന്ന ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് വരും, ഇത് ഇല്ലീഗൽ അഗ്രിമെന്റ് ആണോ അല്ലെങ്കിൽ വോയിഡ് അഗ്രിമെന്റ് ആണോ? അങ്ങനെ പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽസ് എടുത്ത് നോക്കുക. എല്ലാം ടിക്കറ്റ് ഇടുക. ഓക്കെ, ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്, ഇത് മീറ്റ് ചെയ്യുന്നില്ല എന്നൊരു പോയിന്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു വോയിഡ് അഗ്രിമെന്റ് ആണ്. സോ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോൺട്രാക്ട്സ്.